ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ ലിഅസാതീദിനാ ലിജമീഇൽ മുസ്ലിമീൻ. ഇജ്തിഹാദ് തഖ്ലീദ് ആ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറയാത്ത വിഷയങ്ങളുണ്ട്, പറഞ്ഞ വിഷയമുണ്ട്. എല്ലാം കൂടി വ്യക്തമായിട്ട് എല്ലാ മസാലയും ഫിഖ്ഹിന്റെ എല്ലാ മസാലയും പറഞ്ഞിട്ടില്ല. പറയാത്ത വിഷയങ്ങൾ ധാരാളമുണ്ട്. ഫിഖ്ഹിന്റെ ഒരുപാട് മസാല ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞിട്ടില്ല. പറയാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞ വിഷയത്തിനോട് തുലനം ചെയ്തും മറ്റൊക്കെ കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് ചെയ്യാന്ന് പറയാം. ഖുർആനിലും ഹദീസിലും പറയാത്ത, വ്യക്തമായി പറയാത്ത, എന്നാൽ അതിലേക്കുള്ള സൂചനകളോ അതിനോട് തുല്യപ്പെടുത്താൻ അതിനോട് തുല്യമുള്ള മറ്റു പലതും പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ പറയാത്ത വിഷയം പറഞ്ഞതിനോട് തുല്യം ചെയ്തുകൊണ്ടും മറ്റൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്നതിനാണ്, കർമ്മപരമായ വിഷയങ്ങൾ കണ്ടെത്തുന്നതിനാണ് എന്തെന്ന് പറയാ? ഇജ്തിഹാദ് എന്ന് പറയാം. ഇജ്തിഹാദിന്റെ നിർവചനം നമ്മൾ ഇന്നാള് പറഞ്ഞതാണ്. ഇസ്തിഫ്റാഗുൽ ഫഖീഹിൽ വുസ്അ. ഒരു ഇവിടെ എന്തോ പേജ് വയ്ക്കും. ഒരു ഫഖീഹ് അവിടെ അവന്റെ ഇസ്തിഫ്റാഗുൽ ഫഖീഹിൽ വുസ്അ. ജമുൽ ജവാമി നിർവചനം പറഞ്ഞത് ഇസ്തിഫ്റാഗുൽ ഫഖീഹിൽ വുസ്അ ലിതഹ്സീൽ ദന്നിൻ ബിഹുക്മി. ഒരു ഫിഖ്ഹിന്റെ മുജ്തഹിദായ പണ്ഡിതൻ അവന്റെ പരിശ്രമിക്കുക ഒരു ഹുക്കുമ കൊണ്ട് ഭാവന കിട്ടാൻ വേണ്ടി, ഉറപ്പല്ല, ഭാവന കിട്ടാൻ വേണ്ടി അങ്ങനെ പരിശ്രമിക്കണീനാണ്. ജമുൽ ജവാമിയിലുണ്ടത്. പിന്നെ അതാ മുസ്തസ്ഫയില് ഇമാം ഗസാലിയും പറഞ്ഞിട്ടുണ്ട്. വൽ മുജ്തഹദു ഫീഹി ജമ്മിലും പറഞ്ഞാണ്. എന്താണ് ഇജ്തിഹാദ് ചെയ്യപ്പെടുന്ന കാര്യം ഏതായിരിക്കും? കുല്ലു ഹുക്കുമിൻ ശർഈൻ, ശർഈയായ നിയമങ്ങളാണ് കണ്ടെത്തുക. ഹറാമാണോ, ഹലാലാണോ, സുന്നത്താണോ, വാജിബാണോ എന്നുള്ള 5 നിയമം കണ്ടെത്തും. ലൈസ ഫീഹി ഖത്ഉൻ ദലീലും ഖത്ഇയ്യൻ, ഗണ്യതമായ തെളിവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഗവേഷണം ചെയ്യുന്നത്. വ്യക്തമായി പറഞ്ഞതാണെങ്കിൽ പിന്നെ ഗവേഷണത്തിന്റെ ആവശ്യമില്ലല്ല. അപ്പൊ അതിലാണ് ഗവേഷണം ചെയ്യുക. ഗണ്യതമായ തെളിവുണ്ടാവില്ല, സൂചനകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇജ്തിഹാദ് എന്താന്ന് മനസ്സിലാകേണ്ട ആവശ്യം. ഇസ്തിഫ്റാഗുൽ ഫഖീഹിൽ വുസ്അ ലിതഹ്സീൽ ദന്നിൻ ബിഹുക്മി, ഒരു ഹുക്കുമ കൊണ്ടുള്ള ഭാവന കിട്ടും. ഇനി നമുക്ക് ആ ഇജ്തിഹാദിന് കഴിവുള്ള ഫഖീഹ് മാത്രമേ, മുജ്തഹിദ് മാത്രമേ ഗവേഷണം ചെയ്യാൻ പാടുള്ളൂ. അതിന് ധാരാളം നിബന്ധനകളുണ്ട്, അത് പിന്നെ പറയാം. മുജ്തഹിദ് അല്ലാത്ത ആള് മുജ്തഹിദിന്റെ ഇജ്തിഹാദ് ചെയ്തത് അവലംബിക്കലേ നിവർത്തിയുള്ളൂ. മുജ്തഹിദ് അല്ലാത്ത ആള് മുജ്തഹിദ് ചെയ്ത് തഖ്ലീദ് ചെയ്യേണ്ടി വരും. അയാള് ദലീല് കണ്ടെത്താനും ഗവേഷണം ചെയ്യാനൊന്നും കഴിയാത്ത ആളായതുകൊണ്ട് അയാൾ എന്ത് ചെയ്യേണ്ടി വരും? വേറൊരു മുജ്തഹിദ് പറയുന്നത് സ്വീകരിക്കേണ്ടി വരും. അതിനാണ് തഖ്ലീദ് എന്ന് പറയാം. അത് പറയും. നമുക്ക് ഇജ്തിഹാദിന്റെ തെളിവുകൾ പറയാം. തഖ്ലീദിന്റെ തെളിവുകളും ഇജ്തിഹാദിന്റെ തെളിവുകളും എന്നൊക്കെ ചെറിയൽക്ക് പറയാം. ഒന്ന്, നഹ്ല് സൂറത്തില് ഒരു തെളിവ്, 43-ാമത്തെ ആയത്ത്. ഫമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. ആയത്ത് കണ്ടാ? ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അല്ലെങ്കിൽ അവിടെയുള്ള 932-ാമത്തെ പേജ് തന്നെ എടുത്തോളൂ. അതിൽ തന്നെ എടുക്കാം. നാളെ വായിച്ചതിന്റെ ശേഷമല്ല. നമ്മൾ ഫസ്അലു അഹ്ല ദിക്രി കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാം. ഒന്നാമത്തെ തെളിവ് എന്ന് നമ്പർ ഇട്ടിട്ട് ഉസ്താദ് കൊടുത്തിരിക്കുന്നതാ ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ. ഉണ്ടെങ്കില്
ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ, ചിന്തിക്കൂ ബുദ്ധിയുള്ളവരെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഖുർആനിൽ ചിന്തിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അപ്പൊ ഖുർആനാ പറയുന്നത്. ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കൂ. ഈ ആയത്തിന്റെ തഫ്സീറില് ഗവേഷണം ചെയ്യണം എന്നാണ് ഇപ്പൊ ഖുർആൻ പറയുന്നത് എന്ന് ആരൊക്കെ പറഞ്ഞു നോക്കാം. ഒന്ന് ബൈലാവി ഇമാമ്. ബൈലാവി ഇമാം അതിന്റെ തഫ്സീറിൽ പറയുന്നു, വസ്തുദില്ല ബിഹി, ഇതുകൊണ്ട് തെളിവെടുക്കപ്പെട്ടു, അല അന്നൽ ഖിയാസ ഹുജ്ജത്തുൻ, ഖിയാസ് ഹുജ്ജത്താണ്. ഖുർആനിലെ നസ്സ് വ്യക്തമായി പറഞ്ഞതുണ്ടാകും, ഹദീസിൽ വ്യക്തമായി പറഞ്ഞതുണ്ടാകും. അല്ലാത്തത് എന്താണ്? ഖിയാസ് കൊണ്ട് കണ്ടെത്തണം. അതായത് വ്യക്തമായി പറഞ്ഞതിനോടും മറ്റൊക്കെ തുലനം ചെയ്ത് പറയാത്തതിന്റെ നിയമം കണ്ടെത്തണം. അതിനാണ് ഖിയാസ് എന്ന് പറയാം. അപ്പൊ ബൈലാവി ഇമാം അവിടെ പറയാണ്, വസ്തുദില്ല ബിഹി അല അന്നൽ ഖിയാസ ഹുജ്ജത്തുൻ, ഖിയാസ് ഹുജ്ജത്താണ്. ഖുർആനും സുന്നത്തും പോരെ, എന്തിനാ ഖിയാസ്? എന്തിനാ? അതാണ്. അപ്പൊ വ്യക്തമായി പറയാത്തതുണ്ട് എന്ന് എല്ലാരും സമ്മതിക്കണ്ടല്ല, വഹാബി സമ്മതിക്കണ്ടല്ല, ഖുർആനും സുന്നത്തും ഖിയാസും ഉണ്ട്. എന്തിനാ ഖിയാസിനെ ഒരു തെളിവാക്കി ഹുജ്ജത്താക്കി പ്രമാണാക്കി കൊണ്ടുവരുന്നത്? ഖിയാസ് ഹുജ്ജത്താണെന്നുള്ളതിന് ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറഞ്ഞതിന് തെളിവാണെന്നാണ് ഇപ്പോ പറയുന്നത്. ഖിയാസ് അറിഞ്ഞാൽ വ്യക്തമായി പറയാത്തത് പറഞ്ഞതിനോട് തുലനം ചെയ്യുന്നതിനല്ല. മിൻ ഹൈസു ഇന്നഹു അംറുൻ ബിൽ മുജാവസത്തി മിൻ ഹാലിൻ ഇലാ ഹാലിൻ, ഒരു ഹാലിൽ നിന്ന് വേറെ ഹാലിലേക്ക് നിങ്ങൾ വിട്ടുകിടക്കണം എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞിന്ന് കിട്ടും. അപ്പൊ ചിന്ത ഒരു അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥ കണ്ടെത്താനല്ലേ ചിന്തിക്കുന്നത്. ഒരു ഹുക്കുമിനെ വേറെ ഹുക്കുമിന്റെ മേലിൽ ചുമത്തിക്കൊണ്ട് ആ പറയാത്തതിന്റെ ഹുക്കുമ് കണ്ടെത്താം. പറയാത്തൊരു ഹുക്കുമ് എന്താണ് എന്ന് പറഞ്ഞ ഒരു ഹുക്കുമിന്റെ മേലിൽ ചുമത്തി കണ്ടെത്താം. അതിനാണ് ഖിയാസ് എന്നറിയാം അല്ലെ. ഒരു ഹുക്കുമ പറഞ്ഞിക്കണ്, മറ്റേന്റെ ഹുക്കുമ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതും ഇതുപോലെ തന്നെയാണോ എന്ന് കണ്ടെത്താം. ലിമാ ബൈനഹുമ മുശാറക്കത്തി, രണ്ടും തമ്മിൽ യോജിപ്പുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒന്നിന്റെ മേലിൽ ചുമത്താൽ. മുഖ്തലിയത്തി ലഹു അലാമ ഖററനാ ഫിൽ കുതുബിൽ ഉസൂലിയ, ഉസൂലിയായ കിതാബിൽ ഉസൂലുൽ ഫിഖ് പറയുന്ന കിതാബിൽ ജമ്മിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് തഫ്സീറിൽ ബൈലാവി ഇമാം അവിടെ പറയുന്നത്. അപ്പൊ ഈ ആയത്തിന്റെ തഫ്സീറിലുണ്ടാവും. തഫ്സീർ നോക്കിയാല് ഈ വിഷയം കിട്ടും. ഖിയാസ് ഹുജ്ജത്താണെന്നും പറയാത്ത വിഷയം പറഞ്ഞതിനോട് തുലനം ചെയ്ത് കണ്ടെത്തുന്നതിനാണ് ഖിയാസ് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണം നമ്മൾ പറയാ, ജസ്റ്റ് ഉദാഹരണം പറഞ്ഞു നോക്കാം. ഒന്ന്, മുന്തിരിക്കള്ള് ഹറാമാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കൂട്ടാ, ഒരു ജസ്റ്റ് ഉദാഹരണമാണ്. എന്ത് ഹറാമാണെന്ന് ഖുർആനിലെ ഖംർ, അതിന്റെ അർത്ഥം എന്താ? മുന്തിരിക്കള്ള് ഹറാമാണ് എന്ന് പറഞ്ഞാല് അവിടെ അപ്പൊ ഇവിടെ ഒരു വെള്ളമുണ്ട്, എന്താണ്? ബ്രാൻഡി. മുന്തിരിക്കള്ള് അല്ലത്, പിന്നെ വേറെന്തോ ഒരു സാധന. അപ്പൊ വേറെ രണ്ട് കുപ്പി ഉണ്ട് ഇവിടെ. ഒന്ന് ഒരു വസ്തു ഉണ്ട്, വേറെ കുപ്പിയിൽ ഒരു വെള്ളമുണ്ട്. അപ്പൊ ഈ വെള്ളത്തിനെ പറ്റി ഖുർആനില് ഈ കലർത്തിയ വെള്ളത്തിനെ പറ്റിയും ഈ കലർത്തിയ വെള്ളത്തിനെ പറ്റി ഖുർആനിലില്ല. മുന്തിരിക്കള്ള് ഹറാമാണെന്ന് പറഞ്ഞും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ വെള്ളത്തിനെ പറ്റിയും പറഞ്ഞിട്ടില്ല, ഈ പായസത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇവിടെ വേറെ ബ്രാൻഡിക്കള്ളുണ്ട്, മുന്തിരിക്കള്ളല്ല. ഈ ബ്രാൻഡിക്കള്ളിനെ പറ്റിയും പറഞ്ഞിട്ടില്ല, ഈ പായസത്തിനെ പറ്റിയും ഖുർആനിലും ഹദീസിലൊന്നും ഇല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ ഹുക്കുമ് അല്ലെങ്കിൽ വേണ്ട. ഈ ചായ ഹലാലാണെന്ന് പറഞ്ഞിരിക്കണമെന്ന് കൂട്ടിക്കോ, പായസം. അപ്പൊ ഈ ബ്രാൻഡിക്കള്ള് ഹലാലെന്ന് ഹറാമെന്ന് വെക്കണ്ടി, ഈ ബ്രാൻഡിക്കള്ള് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ ചായനോടാണോ തുല്യപ്പെടുത്തേണ്ടി, അല്ലെങ്കിൽ ഈ പായസത്തിനോടാണോ തുല്യപ്പെടുത്തേണ്ടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹറാമായ മുന്തിരിക്കള്ളിനോടാണോ തുല്യപ്പെടുത്തേണ്ടി എന്ന് കണ്ടുപിടിക്കണം ഈ ബ്രാൻഡിക്കള്ളിനെ പറ്റി. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് ഈ മുന്തിരിക്കള്ള് ഹറാമായത് എന്നുള്ളത് ആലോചിച്ചപ്പോ ഇത് മസ്താക്കുന്നതായത് കൊണ്ടാണെന്ന് മനസ്സിലായപ്പോ ഇതിലും മസ്ത് ഉണ്ടെങ്കിൽ ഇതും എന്തെന്നെയാണ് ഹറാം എന്ന് കണ്ടുപിടിക്കുക. ഇത് മസ്തില്ലാത്തൊരു വസ്തു ആണെങ്കിൽ അപ്പൊ നമുക്ക് പായസത്തിനോട് തുല്യപ്പെടുത്താം. പായസത്തിന്റെ ഹുക്കുമ പറഞ്ഞിക്കണമെന്ന് കൂട്ടിക്കോ. അങ്ങനെ പറയാത്തത് ഏതിനോട് തുല്യപ്പെടുത്തണം എന്ന ചിന്ത. ചിലപ്പോ ഇനിയിപ്പോ ഏതെങ്കിലും വസ്തു ഇതിനോടാണ് ഹലാലിനോടാണ് തുല്യപ്പെടുത്തുക, ഹലാലാണെന്ന് ഉറപ്പുള്ള കാര്യത്തിനോടാണോ തുല്യപ്പെടുത്തേണ്ടത്, പറഞ്ഞ കാര്യത്തിനോടാണോ, ഹറാമാണെന്ന് പറഞ്ഞ കാര്യത്തിനോടാണോ തുല്യപ്പെടുത്തേണ്ടതില് രണ്ട് മുജ്തഹിദ് ചിലപ്പോ തർക്കം ഉണ്ടാവും. അങ്ങനെയാണ് തർക്കം ഉണ്ടാകല്. മനസ്സിലായില്ലേ?
അപ്പൊ നമ്മൾ ഇന്നാള് പറഞ്ഞല്ല, ബനൂ ഖുറൈലയിൽ ബുഖാരി തന്നെ ഉള്ളതാണ്, ബനൂ ഖുറൈലയിൽ എത്തിയിട്ടല്ലാതെ അസർ സ്കരിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞു. വെയിൽ വെച്ച് അസർ കളാനായി. അപ്പൊ ഒരു കൂട്ടം സ്വഹാബികള് അവിടെ എത്തിയിട്ട് നിസ്കരിക്കാൻ റസൂല പറഞ്ഞത് നമുക്ക് അവിടുന്ന് നിസ്കരിക്കാന്ന് ഗവേഷണം ചെയ്തു. ചിലർ പറഞ്ഞു കലാക്കാൻ പാടില്ല എന്ന് റസൂല പലപ്പോഴും നമ്മളോട് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടുന്ന് തന്നെ ഞങ്ങൾ നിസ്കരിക്കാറിയാണ്ട് ഇവിടുന്ന് തന്നെ നിസ്കരിക്കും. രണ്ടാക്കും തെളിവ് റസൂലുള്ളാന്റെ രണ്ട് വാക്കുകളാ. ഒന്ന് അവിടെ എത്തിയിട്ട് നിസ്കരിക്കാൻ മതി എന്ന് പറഞ്ഞത്, പിന്നെ കലാക്കാൻ പാടില്ല എന്ന് മൊത്തത്തിൽ പറഞ്ഞതും അവര് ഒരു കൂട്ടര്. അപ്പൊ രണ്ടു കൂട്ടരും രണ്ടഭിപ്രായത്തിലേക്ക് എത്തി. അപ്പൊ നബി തങ്ങൾ എന്ത് പറഞ്ഞു? രണ്ടു കൂട്ടരെ ആക്ഷേപിച്ചില്ല, രണ്ടു കൂട്ടരെ എന്താക്കി? സ്വീകരിച്ചു, അംഗീകരിച്ചു. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫിഖഹിന്റെ കർമ്മശാസ്ത്ര വിഷയത്തില് രണ്ട് മദ്ഹബ് ഉണ്ടാകാം. ഫലം യുഅന്നിഫ് അഹദെന്നാണ് അവിടെ ബുഖാരി ഇമാം ഇട്ടിട്ടുണ്ട്. ആരെയും നബി തങ്ങൾ എന്താക്കിയില്ല? ആക്ഷേപിച്ചില്ല. അപ്പൊ കർമ്മശാസ്ത്രത്തില് അവര് കലാക്കി നിസ്കരിക്കോലും കലാ ആക്കാതെ നിസ്കരിച്ചോലും രണ്ട് വിഭാഗം ഉണ്ടായല്ലോ സ്വഹാബികള്. ഇജ്തിഹാദിന് കഴിവുള്ള സ്വഹാബികൾ റസൂലുള്ളാന്റെ കാലത്ത് തന്നെ ഇജ്തിഹാദ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാന്റെ അടുത്ത് പോകാൻ ഫോണൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പൊ എന്നെ വൈക്കുന്ന വെച്ചാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് സംശയം. അപ്പൊ പറഞ്ഞിമല് ഇങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയാണ്ട് രണ്ടഭിപ്രായത്തിലേക്ക്. അപ്പൊ ഷാഫി ഇമാമും ഹനഫി മദ്ഹബും എത്തിയതുപോലെ. അപ്പൊ രണ്ടാണ് നബി തങ്ങളെ ആക്ഷേപിച്ചത്. അപ്പൊ കർമ്മശാസ്ത്ര വിഷയത്തില് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം എന്നതാണ് നമ്മളെ ഇസ്ലാം പറയുന്ന. റസൂൽ അംഗീകരിച്ചവിടെ ആരെ? സ്വഹാബികൾ അംഗീകരിച്ചില്ല, രണ്ടിനും സ്വീകരിച്ചവരെ അംഗീകരിച്ചു. ഇത് പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ മുജിത്തഹിദായ ആള് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയത് സ്വീകരിക്കുക, രണ്ടും കൊണ്ട് അമല് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് നബിതങ്ങൾ തന്നെ അവിടെ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ചുരുക്കം. ഈ സംഭവം തന്നെയാണ് ഇങ്ങനെ ഇഖ്തിലാഫിനൊക്കെ പണ്ഡിതന്മാർ തെളിവാക്കിയത്. അതിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട ശറഹിലൊക്കെ വിശദമായിട്ടുണ്ടാവും. അപ്പൊ നമ്മളിവിടെ ബൈദാമിയമ്മ പറഞ്ഞ ഉദ്ധരണിയാണ്. ഖിയാസ് ഉണ്ട്, വ്യക്തമായി പറയാത്തതുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് ചിലര് ഖുർആൻ പോരെ പിന്നെന്തിനാ 4 മദ്ഹബ്, 2 മദ്ഹബ്, എങ്ങനെ ഒരു ഇസ്ലാമല്ലല്ലോ പിന്നെന്താ 2 മദ്ഹബ്? അതിന് എല്ലാം കൂടി പച്ചയില് ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലാന്ന്, സൂചനകളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നെ ഗവേഷണം ചെയ്യുന്ന പണ്ഡിതന്മാര് സ്വഹാബികൾ ഇവിടെ ഗവേഷണം ചെയ്തപ്പോ രണ്ടഭിപ്രായത്തിയതുപോലെ എത്താം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ഖുർആനിൽ ഒരഭിപ്രായം രണ്ടഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കണ്ട. ഖുർആനിൽ എല്ലാം പച്ചയില് പറഞ്ഞത് പറയാത്ത ഒരുപാട് കാര്യമുണ്ട്, പറഞ്ഞതും ഉണ്ട്. ചിലപ്പോൾ ഗവേഷണം ചെയ്യും, ഗവേഷണം ചെയ്യാൻ രണ്ടഭിപ്രായത്തെ റസൂൽ അംഗീകരിക്കാൻ ചെയ്തത്. നബി തങ്ങളെ കാലത്ത് തന്നെ ഇപ്പൊ അവിടെ 2 മദ്ഹബ് ഉണ്ടാകുന്നത്. ഇപ്പൊ 2 മദ്ഹബ് ഉണ്ടാകല് ഇസ്ലാമിന് വിരുദ്ധല്ല, ഇസ്ലാമിൽ അള്ളാഹ് അങ്ങനെ വെച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഫസാനിമാമ് ഈ ആയത്ത് വിവരിച്ചുകൊണ്ട് മുസ്തസ്ഫ, നമ്മളെ ജമ്മൽ ജവാമിയെ പോലത്തെ വേറെ കിതാബാണ് ഫസാലിമാമിന്റെ മുസ്തസ്ഫ. ആ മുസ്തസ്ഫയിൽ പിന്നെ ജമ്മിനെക്കാട്ടി ചെറിയ ഫർക്കുള്ളത് കുറെ തെളിവുകൾ കുനുകുനേനെ പറയും. ജമ്മില് പിന്നെ ചുരുക്കിയേ പറയുള്ളൂ. പിന്നെ വേണ്ട, ഇപ്പൊ തണുപ്പൊന്നുമില്ല, അല്ല ചൂടൊന്നുമില്ല. ജമ്മല് ചുരുക്കിയേ പറയും. മുസ്തസ്ഫയില് വിശാലമായിട്ടുള്ള ചർച്ച ഉണ്ടാവും. ഏതായിരിക്കട്ടെ ആണ് വസാലിമ മുസ്തസ്ഫയിൽ പറയുന്നൊരു വാചകം നമുക്ക് വായിക്കാം. അതാ ഫതബിറു യാ ഉലിൽ അബ്സാർ, നിങ്ങൾ ചിന്തിക്കൂ ബുദ്ധിയുള്ളവരെ. വേറെ ആയത്ത് തെളിവാക്കണം മൂപ്പര്. ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ അതിനെ അറിയും. ആ ആയത്ത്. പിന്നെ അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആൻ അവർ ചിന്തിക്കുന്നില്ലയോ? അതുപോലെ വമഖ്തലഫ്തും ഫീ, നിങ്ങൾ ഭിന്നിച്ചാൽ ഫഹുക്മുഹു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കട്ടെ എന്ന്. അതായത് ഗവേഷണം ചെയ്ത് അള്ളാഹ് അവിടെ എന്താണ് പറഞ്ഞത് അത് കണ്ടെത്തണോ. അത് ഈ ഭിന്നത ഉണ്ടാകാൻ കാരണം വ്യക്തമായി പറയാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തിക്കോളി എന്നാണ് അതിന്റെ അർത്ഥം. അതാ വേറെ ആയത്ത് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ തർക്കിച്ചാൽ, ഫൈൻ തനാസഅതും നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക്, അതായത് പറഞ്ഞ ആയത്തിലേക്ക് മടക്കുക. പറഞ്ഞ ഹദീസിലേക്ക് പറയാത്ത വിഷയം അവിടെ പറഞ്ഞിട്ടില്ല അതിനെ പറ്റി, അത് ഗവേഷണം ചെയ്ത് മടക്കി കണ്ടെത്തണോ. അതൊക്കെയാണ് ഇപ്പൊ തെളിവ്. ഫഹാദ കുല്ലുഹു, വസാലിമാൻ പറയാണ്, അമ്റും ബി തദബ്ബുരി വൽ ഇസ്തിംബാത്തി വൽ ഇഅ്തിബാർ, ഇതൊക്കെ ചിന്തിക്കണം, ഗവേഷണം ചെയ്യണം എന്നതിന് കൽപ്പനകളാണ്. വലൈസ ഖിതാബ മഅൽ അവാമി, ഇത് സാധാരണക്കാർക്ക് ഇതിന് കഴിയൂല, അവരോടല്ല ഖിതാബ്. ഫലം യബ്ക മുഖാത്തബൻ ഇല്ലൽ ഉലമാ, അപ്പൊ പണ്ഡിതന്മാരോടാണ് കിതാബ്. ഈ സംഭാഷണം പണ്ഡിതന്മാരോടാണ്. വൽ മുഖല്ലിദു താരിഖുൽ തദബ്ബുരി വൽ ഇഅ്തിബാരി വൽ ഇസ്തിംബാത്തി,
പണ്ഡിതന്മാരല്ലാത്ത, ഹുക്കുമിന് ചെയ്യാൻ കഴിവില്ലാത്ത, ഗവേഷണ അറിയാത്ത ആളുകള് അവരെന്താ ചെയ്യേണ്ടത്? അത് പാടില്ല, ഗവേഷണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇതിൽ നിന്ന് കിട്ടും എന്ന് ഗസാലി ഇമാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്തഫയില്. അപ്പൊ ഗവേഷണം ചെയ്യണമെന്നും പണ്ഡിതന്മാരാണ് ഗവേഷണം ചെയ്യേണ്ടതെന്നും സാധാരണക്കാർ ഗവേഷണം ചെയ്യല്ല വേണ്ടത് എന്നും ഇത്തരം ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം.